ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വീണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു ഷോപ്പ് കീപ്പർ 80 കിലോഗ്രാം ഐറ്റം വാങ്ങിച്ചു. ഓക്കെ, ഡിസ്കൗണ്ട് 10%. ഇത് കൂടാതെ 1 കിലോ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. എപ്പോ? 20 കിലോ പർച്ചേസ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എൻ്റെ പ്രോസസ്സിൽ പുള്ളിയുടെ ലാഭം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ മൊത്തം വില 100 രൂപ എടുക്കുന്നു. കാരണം വിലയൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ 100 രൂപ എടുക്കുന്നു. 100 രൂപയുടെ ഐറ്റം 10% ഡിസ്കൗണ്ടിന് കിട്ടുന്നത്, അതായത് 90 രൂപയ്ക്കാണ് കിട്ടുന്നത്. 100 രൂപയുടെ ഐറ്റം എത്ര രൂപ കിട്ടുന്നത്? 90 രൂപ. അങ്ങനെ 80 കിലോ ഐറ്റം വാങ്ങിക്കുന്നുണ്ട്. 80 കിലോ ഐറ്റം വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ 8,000 ആയിരിക്കുമല്ലോ അതിന്റെ പ്രൈസ്. 8,000 ആയിരിക്കുമല്ലോ അതിന്റെ പ്രൈസ്. സോറി, നമ്മൾ ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടല്ലേ വാങ്ങിക്കുന്നത്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്. 100 രൂപയുടെ ഐറ്റം 10% ഡിസ്കൗണ്ട്, അതായത് 90 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും പ്രൈസ്? 7,200 ആയിരിക്കും പ്രൈസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൂടാതെ ആ പുള്ളിക്ക് ഓരോ കിലോ എക്സ്ട്രാ കിട്ടുന്നുണ്ട് 20 കിലോ വാങ്ങിക്കുമ്പോൾ. അതായത് 20 കിലോ വാങ്ങിക്കുമ്പോൾ ഓരോ കിലോ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. 20 കിലോ വാങ്ങിക്കുമ്പോൾ ഓരോ കിലോ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 80 കിലോ വാങ്ങിക്കുമ്പോൾ എത്ര കിട്ടും? ഒരു 4 കിലോ എക്സ്ട്രാ കിട്ടും. 4 കിലോ എക്സ്ട്രാ കിട്ടും. 4 കിലോ എക്സ്ട്രാ കിട്ടും എന്ന് പറയുമ്പോൾ മൊത്തം എത്ര കിലോ ആയി? ഇവിടെ ഒരു 4 കിലോ, പിന്നെ വാങ്ങിച്ച 80 കിലോ. ഇനി പുള്ളി ഇത് വിൽക്കുമ്പോൾ മൊത്തം 84 കിലോ ആയിരിക്കും വിൽക്കാൻ പോകുന്നത്. പുള്ളി ഇനി വെക്കുമ്പോൾ ഇത് 84 കിലോ ആയിരിക്കും വിൽക്കാൻ പോകുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ 10% ലാഭത്തിന് വാങ്ങിച്ച, ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വാങ്ങിച്ച ഐറ്റവും, അതായത് 80 കിലോയും ഇങ്ങനെ കിട്ടുന്ന ഐറ്റവും കൂടി എല്ലാം വിൽക്കാൻ പോവാ. ഏത് പ്രൈസിൽ? മാർക്കറ്റ് പ്രൈസിൽ. മാർക്കറ്റ് പ്രൈസ് ഏതാ? 100 രൂപയിൽ വിൽക്കാൻ പോവാ. അപ്പൊ 84 ഐറ്റം 100 രൂപയിൽ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 8,400 കിട്ടുമെന്നറിയാം. 8,400 കിട്ടുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോസസ്സിൽ അദ്ദേഹത്തിന്റെ ലാഭം എത്രയാണെന്ന് ചോദിച്ചാൽ 7,200 രൂപയുടെ ഐറ്റം 8,400 വിറ്റു. അതായത് 1,200 രൂപ ലാഭം. 1,200 രൂപ ലാഭം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എത്ര വരും? എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് 100/6 എന്ന് പറഞ്ഞു വരും. 100/6 എന്ന് പറഞ്ഞു വരും. 100/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 16 2/3%. 16 2/3%. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.